ഓം ശാന്തി. ഇന്നത്തെ അവ്യക്ത മുരളിയുടെ റിവിഷൻ നമ്മളിപ്പോൾ 3 ദിവസമായിട്ട് അവ്യക്ത മുരളിയുടെ റിവിഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മുരളി കേൾക്കുന്ന സമയത്ത് ഇന്ന് കേൾക്കുന്നത് അടുത്ത മുരളി കേൾക്കുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. കാരണം ബാബയ്ക്ക് സമാനമായി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം യുക്തികളാണ് തന്നുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് ഈ ജനുവരി 18 മുരളി റിവിഷനിലൂടെ ഈ ജനുവരി മാസം പൂർത്തിയാകുമ്പോഴേക്കും നമുക്കെല്ലാവർക്കും ബാബ് സമാനമാകണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇന്നത്തെ മഹാവാക്യം കേൾക്കാം. ഇന്നത്തെ മഹാവാക്യം 18:1:73 സമാനത ഓർ സമീപത. സമാനമാവുക, അതേപോലെ ലക്ഷ്യത്തിൻ്റെ സമീപത്തെത്തിക്കുക. സദാ നിർമ്മാൺ और निर्माण कार्य करने के लिए सदा तत्पर रहने वाले और बच्चों को आप समानधारी बनाने वाले शिव बाबा बोले. സദാ വിനയചിത്തരും സത്യുഗി സ്ഥാപനയുടെ കാര്യത്തിൽ, നിർമ്മാണ കാര്യത്തിൽ സദാ താൽപ്പര്യം കാണിക്കുന്നവരായ കുട്ടികളെ തനിക്ക് സമാനധാരിയാക്കി മാറ്റുന്ന ശിവബാബയുടെ മഹാവാക്യം നമുക്ക് കേൾക്കാം. ബാബ നമുക്ക് വേണ്ടി ബാബ് സമാനായി മാറാൻ വേണ്ടി നമുക്ക് വേണ്ടി ബാബ തന്ന യുക്തിയാണ്. ബാബ അവ്യക്ത മുരളിയുടെ പ്രത്യേകത നമുക്കറിയാം. സാകാര മുരളി നമ്മൾ 5000 വർഷത്തിൻ്റെ ജ്ഞാനം നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ ഇപ്പോൾ അവ്യക്ത മുരളി എന്ന് വെച്ചാൽ റിസൾട്ട് നോക്കലാണ്. എന്ത് ജ്ഞാനമാണോ നമ്മളുടെ ബുദ്ധിയിൽ സ്പഷ്ടമായിരിക്കുന്നത്, ആ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ജീവിച്ച് എൻ്റെ റിസൾട്ട് എന്താണ്. അവ്യക്ത മുരളിയിൽ നമുക്കറിയാം ബാബ എല്ലാം ചോദ്യങ്ങളായിട്ടാണ് ചോദിക്കുക. ബാബയുടെ ഒരുപാട് ചോദ്യവലികളുണ്ടാക്കും. അപ്പോൾ ഇന്നും ബാബ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് തന്നെയാണ്. ക്യാ ബാബ് ദാദാ സമാൻധാരി സ്വദർശന ചക്രധാരി और നിർമ്മാൺ ബനേ ഹോ. ബാബ ചോദിക്കുകയാണ്, ബാബ് ദാദയ്ക്ക് സമാനം സ്വമാനധാരിയും സ്വദർശന ചക്രധാരിയും നിർമ്മാണം വിനയചിത്തരുമായി മാറിയോ, വിനയമുള്ളവരായി മാറിയോ. അപ്പം മുരളി കേൾക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ അവനവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ബാബ എനിക്ക് വേണ്ടിയിട്ട് അല്ലേ, എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ട് ബാബ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതും ഞാൻ തന്നെയാണ്. അപ്പോൾ ബാബന് ജിത്തന इन विशेष धारणाओं में समान बनते जाते हो उतना ही समय को समीप लाते हो. ബാബയുടെ വിശേഷത എന്താ ബാബ പറഞ്ഞത്? സമാനധാരി, സ്വദർശന ചക്രധാരി, നിർമ്മാൺ ചിത്ത്. സാകാര ബാബയിൽ ഇത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു അല്ലേ. ബാബ എപ്പോഴും സമാനത്തിൻ്റെ സ്റ്റേജിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ബാബയ്ക്ക് എത്ര വലിയ പരിതസ്ഥിതികൾ വന്നപ്പോഴും അതിനെ പുഞ്ചിരിയോടെ അല്ല ആ തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ, സമാപ്തമാക്കാനായിട്ട് സാധിച്ചത്. അപ്പം അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? ബാബയെപ്പോലെ സമാനധാരിയിട്ട് നിരന്തരം സമാനത്തിൽ സ്വദർശന ചക്രധാരിയായി കർമ്മത്തിൽ എല്ലാവരുടെ മുന്നിലും വിനയമുള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് എത്രത്തോളം ഈ വിശേഷതകളെ ധാരണ ചെയ്യുന്നു, അത്രയും ബാബയ്ക്ക് സമാനമായിട്ട് മാറും. ഉത്തനാഹി സമയക്കോ സമീപലാത്തി ഹോ. അത്ര തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലക്ഷ്യത്തിൻ്റെ എവർ റെഡിയായി നമ്മൾക്ക് സമയത്തെ ഉടനെ അല്ലേ, ഞങ്ങൾ റെഡിയാണ്, സമയത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തോളൂ. അങ്ങനെ സമയത്തെ വേഗം കൊണ്ടുവരാനായിട്ട് സാധിക്കും പറയാ ബാബ. സമയക്കു ജാനനെ കെ ലിയെ അഭി കിത്തന സമയ പടാ ഹെ. ഈ സംഗമയുഗത്തിൻ്റെ സമയം ഇപ്പോൾ ഏത് സെക്കൻഡുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുഷമ ദീദിയുടെ ഒരു ക്ലാസ്സിൽ ദീദി പറയുണ്ടായിരുന്നു, സംഗമയുഗം ശരിക്കും നമുക്ക് വരദാനമാണ്. ഓരോ സെക്കൻഡിലും വരം നേടാനുള്ളതാണ്. അപ്പോൾ ഈ സംഗമയുഗത്തിൻ്റെ സമയത്തെ അറിയാൻ
ഇനി എത്ര സമയമെടുക്കും? സംഗമയുഗത്തിൻ്റെ സമയം ഞാൻ മനസ്സിലാക്കി ആ സമയത്തിൻ്റെ ആധാരത്തിൽ എനിക്ക് ഈ സമയം എന്ത് ചെയ്യണോ അത് ഓരോ ശ്വാസം എങ്ങനെ സഫലമാക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒരു BK ആണെങ്കിൽ, അവർ സമയത്തെ മനസ്സിലാക്കി എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും ചോദിക്കുക ബാബ. ഇസ്കി പരഖ്, സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആപ്കി ധാരണവുമേ സമാൻ സ്ഥിതി ഹോൻകി, അവർ തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ധാരണകളിൽ ബാബ് സമാൻ സ്ഥിതി ഉണ്ടാകും. സെക്കൻഡ് പോലും വേസ്റ്റാക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് അവരവരുടെ കർമ്മത്തിൽ, വാക്കിൽ, വ്യവഹാരത്തിൽ അറിയാൻ കഴിയും. പറയാം ബാബ എന്ത് ധാരണ ചെയ്തിട്ടുണ്ടോ അതിൽ ബ്രഹ്മബാബയ്ക്ക് സമാനം ധാരണകൾ അവരിലും കാണും. अब बताओ कि बाप समान, अब बताओ कि समय कितना समीप है. ഈ സമയത്തിൻ്റെ കാരണം ഇത് ബാബ നോക്കി 73 പറഞ്ഞതാണ്. 73 പറഞ്ഞ മഹാവാക്യാണ്. 73 ബാബ പറഞ്ഞു സമയം വളരെ കുറച്ചേ ഉള്ളൂ. കുട്ടികളെ ഒരു സെക്കൻഡും കോടി സമ്പാദിക്കും. അപ്പോൾ ഇപ്പോൾ 2020 എത്തി. ബാബ പറഞ്ഞ സമയം ശരിക്കും ഇത് തന്നെയാണ്. ഇപ്പോൾ പറയൂ, സമയം നിങ്ങൾക്ക് എത്രത്തോളം സമീപത്തെത്തിയിട്ടുണ്ട്? സമാനതാമേ സമീപ് ഹോ തും സമയ ബി സമീപ് ഹേ. സമാനതയിൽ ബാബയ്ക്ക് സമാനമായി മാറുന്നതിൽ സമീപമാണെങ്കിൽ വീട്ടിലേക്ക്, സത്യയുഗത്തിലേക്ക് വരാനും വീട്ടിലേക്ക് പോകാനുമുള്ള സമയവും സമീപത്തെത്തി. വിനാശത്തിൻ്റെ സമയവും സമീപത്തെത്തി. എപ്പോൾ? സമാനതയിൽ ബ്രഹ്മബാബയ്ക്ക് സമാനം സമീപമാക്കുമ്പോൾ. इस प्रोग्राम के बीच अपने आप को परखने व अपने द्वारा समय को जानने के समय मिला है. എന്ത് പ്രോഗ്രാമുകളാണെങ്കിലും അതിനിടയ്ക്ക് ബാബ പറയുക, എന്ത് പരിപാടി നിങ്ങൾക്കുണ്ടെങ്കിലും അതിനിടയ്ക്ക് സ്വയത്തെ തിരിച്ചറിയൂ. തന്നിലൂടെ സമയത്തെ അറിയാനുള്ള സമയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇസ് വിശേഷ മാസ് കെ അന്തർ, അതുകൊണ്ട് സമയം ഇത്രയും സ്പീഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ ഒരു മാസം നമുക്ക് ഈ ഒരു ജനുവരി മാസത്തിനെ കുറിച്ച് ബാബ പറയുക, ജനുവരി മാസത്തിൽ നിങ്ങൾ ഈ 2 കാര്യത്തിൽ ലക്ഷ്യം വയ്ക്കൂ. 2 കാര്യത്തിൽ ലക്ഷ്യം വയ്ക്കൂ. മുഖ്യ ബാത്തേ മുഖ്യ രൂപ സേ ലക്ഷ്യ രൂപ മേ സാമനെ റഖ്നി ഹേ. മുഖ്യമായ ഈ 2 കാര്യങ്ങൾ അത് പ്രധാനമായിട്ട് തന്നെ എടുക്കണം. ഇതെൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കാണണം. അപ്പോൾ കോൺസി ഹേ, അറിയോ നിങ്ങൾക്ക്? ബാബ നിങ്ങൾക്ക് തരുന്ന ആ പ്രധാന കാര്യം എന്താണെന്നുള്ളത്, ആ മെയിൻ പോയിൻറ്റുകൾ 2 ഏതാണെന്ന് അറിയോ? എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ ബാബ. കാരണം എല്ലാവരും അവരവരോട് ചോദിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാബ ഏതൊരു കാര്യത്തെയായിരിക്കും, ഏത് 2 കാര്യത്തെയും ഊന്നി പറയുന്നുണ്ടാവുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ ബാബയ്ക്ക് സമാനവും സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്ന് പറയുന്നു ബാബ. അപ്പോൾ ബാബ ചോദിക്കുക, അതേതാണ്? കിട്ടിയോ എല്ലാവർക്കും ആൻസർ? ബഹുത്തോ ലവ് और दूसरा ലവ്ലീൻ. ഒന്ന് സ്നേഹം, ബാബയോട് സ്നേഹം. ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ലൗലീൻ സ്ഥിതിയായിരിക്കും. ഒരു സെക്കൻഡ് പോലും ബാബ ഇല്ലാത്ത നിമിഷങ്ങളില്ല. കാരണം ബാബയിൽ ലയിച്ചു വർത്താൻ വേർപെടുത്താൻ കഴിയില്ലല്ലോ. അതിനാണല്ലോ ലൗലീൻ അവസ്ഥ എന്ന് പറയും, ലയിച്ചു ചേർന്ന അവസ്ഥ. ലയിച്ച ആളെ വേർപെടുത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ 2 കാര്യം, ലവ് ആൻഡ് ലൗലീൻ, कर्म में, वाणी में, संपर्क में व संबंध में, लव और स्मृति में व स्थिति में लवलीन रहना है. കർമ്മത്തിൽ, വാക്കിൽ, സമ്പർക്കത്തിൽ, സംബന്ധത്തിൽ സ്നേഹമായിരിക്കണം. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ
ബാബയുടെ കർമ്മമാണ്. ഇത് ബാബയുടെ സേവനമാണ് ചെയ്യുന്നത്. അത് ബാബയുടെ ഓർമ്മയിൽ ബാബയുടെ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് തോന്നണം ഇവർ എത്ര സ്നേഹത്തോടെയാണ് ഈ കർമ്മം ചെയ്യുന്നത്, എത്ര ഇഷ്ടത്തോടെയാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഇനി വാക്കിലും ആ സ്നേഹം അതാണ് ബാബയുടെ ജ്ഞാനരത്നങ്ങൾ. ജ്ഞാനരത്നങ്ങളും സ്നേഹത്തോടെ വേണം എല്ലാവർക്കും പങ്കുവയ്ക്കാൻ. ആരുമായിട്ട് സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുമ്പോഴും പലരോടും നമുക്ക് സംബന്ധ സമ്പർക്കം വെക്കേണ്ടി വരും. പക്ഷേ അവരിൽ നിന്നും അനാസക്ത ഭാവം നമുക്കുണ്ടായിരിക്കണം. ബാബയിൽ പൂർണ്ണമായിട്ടും പവിത്ര സ്നേഹം നമ്മളിലുണ്ടായിരിക്കണം. ബാബയുടെ ആ സ്നേഹത്തിൻ്റെ ആധാരത്തിൽ വേണം മറ്റുള്ളവരോട് സമ്പർക്കം വയ്ക്കാമെന്ന് പറയുക ബാബ. അപ്പോൾ ബാബ പറഞ്ഞ കർമ്മത്തിലും വാക്കിലും സംബന്ധ സമ്പർക്കത്തിലും സ്നേഹം വേണം. സ്മൃതിയിലും സ്ഥിതിയിലും ലൗലീനമായിരിക്കണം. ഭക്തമീര അങ്ങനെയല്ലേ? ഭക്തമീര കൃഷ്ണൻ്റെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ സ്ഥിതിയും സ്മൃതിയും ബാബയിൽ ലയിച്ചിരിക്കണം. നമ്മുടെ സ്ഥിതി കാണും പറയണം, ഇവർ പരമപ്രിയൻ്റെ ഓർമ്മയിലാണ്, പരമപ്രിയനിൽ ലയിച്ചിരിക്കുകയാണ്, ഇവർക്ക് എന്തോ വലിയൊരു നിധി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാബ പറയണം അവർക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്യണം. കാരണം ബ്രഹ്മബാബയെ കാണുമ്പോൾ നമ്മുടെ ദാദിമാരെല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ബ്രഹ്മബാബയെ കാണുന്ന സമയത്ത് ബാബ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നുവെങ്കിലും ബാബ എപ്പോഴും ശിവബാബയുടെ ഒപ്പമായിരുന്നു, ബുദ്ധി ബാബയുടെ അടുത്തായിരുന്നു. ഈ ദേഹത്തിൽ നിന്ന് വേറിട്ടൊരവസ്ഥ ബാബ ന്യാരാ പ്യാരാവസ്ഥയായിരുന്നു. അതേപോലെ ബാബ പറയണത് നിങ്ങൾ കുട്ടികളുടെ സ്മൃതിയും സ്ഥിതിയും ലൗലീനായിരിക്കണം. जो जितना लवली होगा वह उतना ही लवलीन रह सकते हैं. ആർക്കേ സ്നേഹത്തിൽ ലയിച്ചിരിക്കാൻ പറ്റുള്ളൂ? ആരാണോ ലൗലി ആയിരിക്കുന്നത്, പ്രേമസ്വരൂപമായിരിക്കുന്നത്, പവിത്ര സ്നേഹം ആരിലുണ്ടോ, ബാബയോട് പവിത്ര സ്നേഹം ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ലൗലീനായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. ലൗലീൻ അവസ്ഥ. इस लवलीन स्थिति को मनुष्य आत्मा ने लीन की अवस्था कह दिया. സംഗമയുഗത്തിൽ പരമാത്മപ്രിയനുമായി ലയിച്ചിരുന്ന അവസ്ഥ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ബാബ പറയുക മനുഷ്യാത്മാക്കൾ ബ്രഹ്മത്തിൽ ലീനമായി എന്ന് പറഞ്ഞില്ലേ? ബാബ പറയുക ബാബയെ മാറ്റി बाबा में लव ख़त्म करके सिर्फ लीन शब्द को पकड़ लिया. ബാബ എന്നുള്ള സ്നേഹം അവിടെ മാറ്റി, എന്നിട്ട് ലീനമായി എന്ന ശബ്ദം മാത്രം എടുത്തു. तो इस मास के अंदर इन दोनों ही मुख्य विशेषताओं को धारण कर बाप दादा समान बनना है. അതുകൊണ്ട് ബാബ ഈ മാസം നമുക്ക് വിശേഷിച്ച് ഈ ഒരു ഹോംവർക്ക് തരികയാണ്. ഏത് ഹോംവർക്ക്? ലവ് ആൻഡ് ലവ്ലി. ഈ മാസത്തിൽ മുഖ്യമായും ഈ 2 കാര്യങ്ങൾ ധാരണ ചെയ്ത് ബാബ് ദാദയ്ക്ക് സമാനമായി മാറണം. ബാബ് ദാദാ की मुख्य विशेषता जिसने कि आप सबको विशेष बनाया. കാരണം ബാബ പ്രേമത്തിൻ്റെ സാഗരമാണ്, സ്നേഹസാഗരമാണ്. ഈ സ്നേഹസാഗരമായതുകൊണ്ടാണ് ഏതൊക്കെ ഗട്ടറിൽ ഏതൊക്കെ അഴുക്കിൽ കിടന്ന നമ്മളെ 63 ജന്മത്തിൻ്റെ ദേഹാഭിമാനത്തിൽ ജീവിച്ച കടുത്ത സംസ്കാരങ്ങൾക്ക് അടിമയായ നമ്മളെ ഈ ഒരു സ്നേഹമാണ് ബാബയുടേതാക്കി ബാബയ്ക്ക് നമ്മളെ മാറ്റാൻ കഴിഞ്ഞത്. ബാബ നമ്മളെ സ്വന്തമാക്കിയത്. ബാബ സാഗരമായതുകൊണ്ട്, സ്നേഹത്തിൻ്റെ കടലായതുകൊണ്ട്. ആ വിശേഷത തന്നെയാണ് നമ്മളെ സ്വയം ഭഗവാൻ തിരഞ്ഞെടുത്തത്. സബ് കുച്ച് ബുലായ. ബാബയുടെ മടിത്തട്ട് മാത്രമല്ല നൽകിയത്. നമ്മളിൽ ബാബ പറയില്ലേ, എന്താണോ എങ്ങനെയാണോ നിങ്ങളെ ഞാൻ അതേപോലെയാണ് എടുത്തത്, അതേപോലെ നിങ്ങളെ ഞാൻ എടുത്തു അല്ലേ? നല്ലവരെയല്ല എടുത്തിരിക്കുന്നത്, എല്ലാ കുറവുകളുമുള്ള കുട്ടികളെ തന്നെയാണ് എടുത്തത്. എന്നിട്ട് എല്ലാം മറപ്പിച്ചു. ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു,
എല്ലാം മറക്കാൻ പഠിപ്പിച്ചു ബാബ. ദേഹി അഭിമാനി ബനായ, 63 ജന്മത്തിൻ്റെ ദേഹ അഭിമാനത്തെ കളഞ്ഞ് ദേഹി അഭിമാനിയാക്കി ബാബ നമ്മളെ മാറ്റി. വൈദി ലവ് ഓർ ലവ്ലീൻ, ഇന്നങ്ങനെ നമ്മൾ ബാബയുടേതായിട്ട് ഈ നിമിഷം വരെ അല്ലേ, ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് അർത്ഥം. തീർച്ചയായിട്ടും ബാബയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്കും ബാബയോട് സ്നേഹമുണ്ട്. ഉണ്ടോ? എല്ലാവരും ചെക്ക് ചെയ്തോ? നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് ആ ബാബയിൽ പൂർണ്ണമായിട്ടും ലൗലീനമായിട്ടിരിക്കുന്നൊരവസ്ഥ ഫീൽ ചെയ്യാം എല്ലാവരും. എല്ലാവരും ചെക്ക് ചെയ്തോ? എനിക്ക് ബാബയോട് അല്ല, എല്ലാവരോടും ബാബയുടെ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പരിധിയില്ലാത്ത സ്നേഹമാണെന്ന് പറയും. അപ്പോൾ ബാബ അതും പറയുന്നുണ്ട്, കുട്ടികൾക്ക് ബാബയോട് പരിധിയില്ലാത്ത സ്നേഹമാണോ അതോ പരിധിയുള്ള സ്നേഹമാണോ? അപ്പം നമ്മുടെ സ്നേഹം എവിടെയാണ്? നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചാർട്ട് എഴുതുമല്ലോ. ചാർട്ട് എഴുതുന്ന സമയത്ത് ആ ചാർട്ടിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നമുക്ക് ബാബയോട് എത്ര സ്നേഹമുണ്ട്. ചാർട്ടിൽ എല്ലാവരും കൂടിയും കുറഞ്ഞും അല്ലേ, ഏറ്റക്കുറച്ചിലോടെയൊക്കെ അല്ലേ ചിലപ്പോൾ എഴുതി. ഇന്ന് നല്ല പവർഫുൾ യോഗ ആയിരിക്കും, നാളെ കുറയും, അടുത്ത ദിവസം നല്ല പവർഫുൾ, അങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന യോഗം. അങ്ങനെയാണെങ്കിൽ സ്നേഹമുണ്ടോ നമുക്ക് ബാബയോട്? ബാബ അതിനെക്കുറിച്ച് പറയണത് എന്താണ് കേൾക്കാം. ലൗനെ ആപ് സബ്കോ ഭി ഏക് സെക്കൻഡ് മേ 5000 वर्ष की വിസ്മൃതി ഹുയി ബാത്തും കോ സ്മൃതി മില്ലായ. ഈ ഒരൊറ്റ സ്നേഹം തന്നെയാണ്. ഈ സ്നേഹത്തിൽ, നമ്മളുടെ സ്നേഹത്തിൽ ബാബയും കുർബാനായി, നമ്മളും ബാബയുടെ സ്നേഹത്തിൽ കുർബാനായി. ഈ ഒരു സ്നേഹം കാരണം എല്ലാവരും ഒരു സെക്കൻഡിൽ ഇത്രയും കാലം മറന്നുപോയ 5000 വർഷത്തിൻ്റെ കാര്യം മറന്നുപോയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ഓർമ്മയിലേക്ക് വന്നു. ഒരു സെക്കൻഡിൽ 5000 വർഷത്തിൻ്റെ മറന്നുപോയ കാര്യങ്ങൾ സ്മൃതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ സ്നേഹം സർവസമ്പന്നമേലായ 5000 വർഷം ബാബയുമായിട്ട് വേർപിരിഞ്ഞ നമ്മൾക്ക് ഇപ്പോൾ അരക്കൽപ്പം നമ്മൾ ബാബയെ അന്വേഷിച്ച് നടന്നു. ഇപ്പോൾ നമ്മൾ ബാബയിൽ സർവ്വസംബന്ധം വെച്ചു. ഏതിൻ്റെ ആധാരത്തിൽ? സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം. ആ ഒരു സ്നേഹം നമ്മളെ സർവംശത്യാഗി ബനായ, സർവംശത്യാഗിയാക്കി മാറ്റി. അതിന് ഉദാഹരണമാണ് ആര്? ബ്രഹ്മബാബ. അപ്പോൾ അതുകൊണ്ട് ബാബ പറയാ, जबकि बाबा ने एक ही विशेषता से एक ही सेकंड में अपना बना लिया तो आप सभी विशेषता को धारण कर बाप समान बने हो. എങ്ങനെ ബാബയിലുള്ള സ്നേഹം, ബാബയിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം നമുക്ക് തന്നു ഒരു സെക്കൻഡിൽ നമ്മളെ സ്വന്തമാക്കിയെങ്കിൽ നിങ്ങൾക്കും ഈ വിശേഷത, ഈ സ്നേഹം എന്ന വിശേഷത ധാരണ ചെയ്ത് നിങ്ങളും ബാബ് സമാനായിട്ട് മാറിയിട്ടുണ്ടോ? ബാബയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് തിരിച്ച് ബാബയുടെ സ്നേഹമുണ്ടോ? ബാബയുടെ സ്നേഹമുണ്ട്. ബാബ എപ്പോഴും പറയില്ല, ബ്രഹ്മബാബയുടെ സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവാണ് സമാനമായിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ
जबकि सागार बाबा में ഈ വിശേഷത സാഗാര ബാബയിൽ ശിവബാബ ബ്രഹ്മബാബയുടെ ചാർട്ട് നോക്കിയ സമയത്ത് സ്നേഹം എന്ന വിശേഷതയിൽ ബാബ ഒരിക്കലും ബ്രഹ്മബാബയിൽ പെർസെൻറ്റേജ് കണ്ടിട്ടേ ഇല്ല. അത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചാർട്ടിലൊക്കെ നമ്മളെങ്ങനെ എഴുതുക? ഇന്നത്തെ യോഗ എത്ര ശതമാനം ചോദിച്ചാൽ 50%, 60%, 70%. ചാർട്ട് അങ്ങനെയല്ലേ? ഇന്ന് 50% ഉണ്ടെങ്കിൽ നാളെ 40 ആയിരിക്കും, ഇന്ന് 70 ആണെങ്കിൽ നാളെ 50 ആയിരിക്കും. അപ്പോൾ ബാബ പറയുക, ബ്രഹ്മബാബയിൽ സാഗാര ബാബയിൽ ശിവബാബ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും പെർസെൻറ്റേജ് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ സ്നേഹത്തിൽ ബാബ സമ്പൂർണ്ണമായത് കാരണം ബാക്കി എല്ലാ വിശേഷതകളിലും ബ്രഹ്മബാബ സമ്പൂർണ്ണമായിരുന്നു. परफेक्ट ही देखा तो आप विशेष आत्माओं को और बाप समान बनी हुई हो, आत्माओं को भी परफेक्ट होना चाहिए. അപ്പോൾ ബാബ പറയാൻ നോക്കൂ, ശിവബാബയ്ക്ക് ബ്രഹ്മബാബയിൽ പെർസെൻറ്റേജ് കാണാൻ പറ്റിയിട്ടില്ല, കാണാൻ കഴിഞ്ഞത് പെർഫെക്റ്റ് ആയിരുന്നു. അതേപോലെ നിങ്ങൾ കുട്ടികളും നിങ്ങൾ വിശേഷ ആത്മാക്കളും ബാബയ്ക്ക് സമാനമായി മാറേണ്ട ആത്മാക്കളിലും ഏത് വേണം? പെർസെൻറ്റേജ് അല്ല കാണേണ്ടത്, പെർഫെക്റ്റാണ് കാണേണ്ടത്. കുട്ടികൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഇസ് മുഖ്യ വിശേഷതാമേ പെർസെൻറ്റേജ് നഹി ഹോനി ചാഹിയെ. സ്നേഹത്തിൽ ഒരിക്കലും പെർസെൻറ്റേജ് കാണരുത്. അങ്ങനെ കാണുന്നുണ്ട് അർത്ഥം തന്നെ അവിടെ എന്ത് സംഭവിച്ചു? ലീക്കേജ്. ബാബയ്ക്ക് കൊടുക്കണ്ട. ഇന്ന് നമ്മളെ എന്തായിട്ടുണ്ടോ അതെല്ലാം ബാബയുടെ സ്നേഹത്തിൻ്റെ പാലനയുടെ വാത്സല്യത്തിൻ്റെതാണ്. അപ്പോൾ ബാബയ്ക്ക് റിട്ടേൺ ബാബ ആഗ്രഹിക്കണോ അത് തന്നെയാണ്. കുട്ടികളോട് 100% സ്നേഹമുള്ളതുപോലെ തിരിച്ചും ബാബ ആഗ്രഹിക്കുകയാണ് കുട്ടികളും 100% എന്നെ സ്നേഹിക്കണം. കാരണം ബാബയ്ക്ക് 5000 വർഷത്തിന് ശേഷമാണ് നമ്മളെ കിട്ടിയിരിക്കുന്നത്. ബാക്കി ജന്മജന്മാന്തരങ്ങൾ നമ്മൾ ഒരുപാട് പേരെ സ്നേഹിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ബാബ നമ്മളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ 100% എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. ബാബ പറയാ, നിങ്ങളിലും എനിക്ക് പെർസെൻറ്റേജ് കാണാൻ താല്പര്യമില്ല, പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി ബാബയ്ക്ക് സ്വാർത്ഥതയൊന്നുമില്ല. കുട്ടികൾ എന്നെ 100% സ്നേഹിക്കണം പറഞ്ഞാൽ ബാബയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല അത്. അതിലും നന്മ ആർക്കാണുള്ളത്? അതിലും പ്രാപ്തി ആർക്കാണ് കിട്ടുന്നത്? നമ്മൾ കുട്ടികൾക്കാണ് കിട്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്യോंकि इस द्वारा ही सर्व आत्माओं के भाग्य व लक को जगा सकते हो. നോക്കൂ, ബാബയുടെ സ്നേഹം നമ്മുടെ ഭാഗ്യം തുറന്നു തന്നു. അതേപോലെ നമ്മളിന്ന് ബാബയുടെ സ്നേഹം അനുഭവിക്കുന്നത് പോലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് സെൻറ്റർ തുറന്ന് തുറന്നു വെച്ച സമയത്ത്, ഇപ്പോഴും തുറന്നിട്ട് തന്നെയാണ്, അല്ല ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന ഒരു മാസം ഒരു 10, 15, 20, 25 പേര് കോഴ്സിന് വരികയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓൺലൈൻ ക്ലാസ് ഓരോ ഗ്രൂപ്പിലും ആയിരക്കണക്കിന് പേരാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് ബാബയെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, അവർക്ക് ബാബയുടെ സ്നേഹം നമ്മളിലൂടെ വേണം പോകാൻ. നമ്മുടെ 100% പവിത്ര സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ അവരിലേക്കും ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ബാബ പറയാം, സർവ്വ ആത്മാക്കളുടെയും ഭാഗ്യത്തെ ഉണർത്താൻ കഴിയുന്നതും ഈ 100% ഈ സ്നേഹത്തിൽ തന്നെയാണ്. ലക്കയ്ക്ക് ലോക്കയ്ക്ക് ചാബി, ഭാഗ്യം തുറക്കാനുള്ള, ഭാഗ്യത്തിൻ്റെ പൂട്ട് തുറക്കാനുള്ള ചാവി ഏതാണ്? സ്നേഹം. ലൗഹി ലോക്ക് കീ, സ്നേഹം തന്നെയാണ് ഈ പൂട്ട് തുറക്കാനുള്ള കീ.
ഈ കീൻ്റെ പ്രത്യേകത എന്താ? ഈ കീ മാസ്റ്റർ കീ ആണ് പറയുക ബാബ. ഇത് മാസ്റ്റർ കീ ആണ്. कैसे भी दुर्भाग्यशाली को भाग्यशाली बनाते हैं. ഈ കീ ഉപയോഗിച്ച് തുറന്നാൽ എത്ര ദുർഭാഗ്യശാലികളായിക്കോട്ടെ, ബാബ പറല്ലേ, മോശമായി ജീവിക്കുന്നവരെ അല്ലേ, വേശ്യയായിട്ട് ജീവിക്കുന്നവരെ പോലെ എന്ത് ചെയ്യണം? അവർക്ക് പോലും ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണം. എത്ര അഴുക്കായ ജീവിതം ജീവിക്കുന്നവരായിക്കോട്ടെ, എത്ര കടുത്ത സംസ്കാരത്തിൽ ജീവിക്കുന്ന ദുർഭാഗ്യശാലി ആത്മാക്കളായിക്കോട്ടെ, സ്നേഹം എന്ന ആയുധം കൊണ്ട് അവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 മടങ്ങ് ഭാഗ്യശാലിയാക്കി മാറ്റാൻ സാധിക്കും. ക്യാ ഇസ്കെ സ്വയം അനുഭവി ഹോ? അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ചോദിക്കുക ബാബ. നിങ്ങളെ മുന്നിൽ അത്രയും ദുർഭാഗ്യശാലികൾ ഭാഗ്യമുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ പറയുക? നിങ്ങൾക്ക് അനുഭവമില്ലേ? എത്ര പേര് അല്ലല്ലേ? അവരവരിലേക്ക് തന്നെ നോക്കൂ. ഞാൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഓരോ ദിവസവും ഭഗവാന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന അർത്ഥം എൻ്റെ ഭാഗ്യം ആ സ്നേഹത്തിൻ്റെ മുന്നിൽ തുറന്നു കഴിഞ്ഞു. ആരോ നിമിത്തമായി ബാബ എനിക്ക് ലഭിച്ചു. ബാബയുടെ സ്നേഹം അല്ലേ, ബാബയുടെ പാലന അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാലും അനേക ആത്മാക്കളുടെ ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും പറയാം. जितना जितना बाप दादा से लव जुड़ता है उतना ही बुद्धि का ताला खुलता जाता है. ബാബ പറയുന്ന എത്രത്തോളം ബാപ്പ് ദാദയുമായിട്ട് സ്നേഹം ബന്ധിപ്പിക്കുന്നു, യോജിപ്പിക്കുന്നു, അത്രയും ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടും. ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടും. അഥവാ സ്നേഹം കുറവാണെങ്കിൽ അല്ലേ, ബാബ എപ്പോഴും പറയില്ലേ, ഒരു ബാബ രണ്ടാമതൊരാളില്ല. ഇപ്പോൾ ഒരു സെക്കൻഡ് നമുക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ബാബ മാത്രമാണോ ഉള്ളത്, അതോ വേറെ ഏതെങ്കിലും സങ്കല്പം വരുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാൻ പറ്റും എനിക്ക് 100% ബാബയോട് സ്നേഹമുണ്ടോ, പ്രീതിയുണ്ടോ. നോക്കാം ഒരു സെക്കൻഡ് അല്ലേ. അപ്പോൾ ബാബ പറയണത്, അതുകൊണ്ട് എത്രത്തോളം ബാബയുമായിട്ട് സ്നേഹം ബന്ധിപ്പിക്കുന്നു, ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടുന്ന പറഞ്ഞത് ബാബ. പക്ഷെ സ്നേഹം കുറഞ്ഞാൽ ഭാഗ്യവും കുറയും. ലവ് കം ഹേ തോ ലക്ക് ബി കം. സ്നേഹം കുറഞ്ഞാൽ ഭാഗ്യവും കുറയും. तो सर्व आत्माओं को लक के ലോക്ക് को खोलने वाली चाबी आपके पास है. അപ്പോൾ ബാബ ചോദിക്കുക, നിങ്ങൾ വിചാരിച്ചാൽ ലോകത്തിലെല്ലാവരുടെയും ഭാഗ്യം തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ചാവി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏതാ ചാവി? ബാബയോട് 100% സ്നേഹം. അവിടെ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. ലീക്കേജ് വരുമ്പോൾ എന്ത് സംഭവിക്കും? തൻ്റെ ഭാഗ്യം കുറയും. കാരണം സ്നേഹം കുറവാണ്. സ്നേഹം കുറയുമ്പോൾ എൻ്റെ ഭാഗ്യം കുറയും. അപ്പം ഞാൻ ആർക്ക് ഭാഗ്യം കൊടുക്കാൻ പോകുന്നു, അവർക്കും എൻ്റെ സ്ഥിതിക്കനുസരിച്ചതേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് പാപ്പ ചോദിക്കുക, നിങ്ങളുടെ പക്കലില്ലേ ആ ചാവി? കൈസ് ലക്കിക്ക് ചാബിക്കോ. ഇനി ഈ ഭാഗ്യത്തിൻ്റെ ചാവി എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തിയത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിക്കുക പാപ്പ. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അർത്ഥം? സ്നേഹം ആർക്കെങ്കിലും പങ്കിട്ട് കൊടുക്കാറുണ്ടോ? സ്നേഹത്തിൽ ലീക്കേജ് ഉണ്ടോ ചോദിക്കുക പാപ്പ. എത്ര ഭാഗത്ത് ഹോളുണ്ട് ചോദിക്കുക. എത്ര പേർക്ക് സ്നേഹം
ലീക്കായി പോകുന്നുണ്ട്. അതോ ബാബ ചോദിക്കുക മായ ഭിന്ന ഭിന്ന രൂപവുമേ, നോക്കൂ, മായ പല രൂപം ധരിച്ച് പല നിറങ്ങൾ കാണിച്ച് ഈ ചാവി തട്ടിയെടുത്തിട്ടൊന്നുമില്ലല്ലോ. ഈ ചാവി നിങ്ങളുടെ പക്കൽ തന്നെ ഇല്ലേ? മായാക്ക് ബി നസർ ഇസ് ചാബി പർ ഹേ. ബാബ സൂക്ഷിക്കാൻ പറയാ. മായയുടെ കണ്ണ് ഇതിൽ തന്നെയാണ്. കാരണം 63 ജന്മം നമ്മൾ പരസ്പരം സ്നേഹിച്ച് നടന്നവരല്ലേ മായയും നമ്മളും. മായ ഇങ്ങോട്ടും മായ അങ്ങോട്ടും. അപ്പോൾ മായയുടെ ദൃഷ്ടിയും ഈ ചാവിയിൽ തന്നെയാണ്. കുറച്ച് സ്നേഹം എനിക്ക് കിട്ടണം, കുറച്ച് സ്നേഹം എനിക്ക് കിട്ടണം. അങ്ങനെ ബാബ പറയാം മായയും പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലിയേ ഇസ് ചാബിക്കോ സദാ കായം റഖ്നാ ഹേ. അതുകൊണ്ട് കളയരുത് പറയാ ബാബ. ഈ ചാവി സൂക്ഷിച്ച് വെക്കണം, എന്നും നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടായിരിക്കണം. ലവ് അനേക വസ്തുമേ ഹോത്തെ ഹേന. സ്നേഹം പലതിനോടും തോന്നും, പല വസ്തുക്കളോടും തോന്നും. എൻ്റെ വീട്, എൻ്റെ കട്ടിൽ, അങ്ങനെ എല്ലാം ഓരോ വസ്തുക്കളോടും അല്ലേ. ബാബ പറയാ യദി കോയി ബി വസ്തുമേ ലവ് ഹേത്തോ. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിനോട് നമുക്ക്, ഏതെങ്കിലും വസ്തുക്കളോട് നമുക്ക് സ്നേഹം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാബയുടെ സ്നേഹത്തിൽ പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞു. अपनी देह में अपनी कोई भी वस्तु में यदि अपनापन है तो समझो कि लव में परसेंटेज है. തൻ്റെ ദേഹത്തിനോടോ ഏതെങ്കിലും വസ്തുക്കളോടോ മമത്വം ഉണ്ടെങ്കിൽ ഇതെൻ്റെയാണ്, ആ തൻ്റേതെന്ന ഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് ബാബയോട് 100% സ്നേഹവും ഇല്ല. ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ബാബയല്ലാതെ വേറെ ആരും ഇല്ല. പക്ഷേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ബ്രഹ്മ ബാബയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ 10 പേര് കൂടി ഇരിക്കുന്നുണ്ടാവും, 20 പേര് കൂടി ഇരിക്കും. ബാബ 400ഓളം കുട്ടികളുടെ കൂടെ ജീവിച്ചപ്പോഴും ബാബയ്ക്ക് 100% കുട്ടികളോട് സ്നേഹം ഉണ്ടായിരുന്നു, ബാബയോട് സ്നേഹം. പക്ഷേ ആ സ്നേഹം അനാസക്തമായ സ്നേഹമായിരുന്നു. ശിവബാബയുടെ സ്നേഹമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാബ പറയാം, അഥവാ ദേഹത്തിനോടും വസ്തുക്കളോടും നിങ്ങൾക്ക് ഒരു മമത്വം തോന്നിയ അർത്ഥം നിങ്ങളുടെ സ്നേഹത്തിൽ ലീക്കേജ് വന്നു. അപ്പനെപ്പൻ കോ മിഠാനാഹി. അതുകൊണ്ട് ഈ ദേഹത്തിനോടും വസ്തുവൈഭവങ്ങളോടും എല്ലാം ഒരു മമത്വത്തെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ബാബ് കി സമാനത കോ ലാനാ ഹേ. ബാബയെ മുന്നിൽ വെക്കണം. ബാബയിൽ എന്തുണ്ടോ അത് എന്നിലുണ്ടോ നോക്കണം. ബാബയുടെ സമാനത നമ്മൾ മുന്നിൽ കൊണ്ടുവരണം. കാരണം ശിവബാബയ്ക്ക് സമാനമായിട്ട് മാറിയല്ലോ ബ്രഹ്മബാബ, മാസ്റ്റർ ഗോഡായില്ലേ. അതുകൊണ്ടാണല്ലോ ഭഗവാന്റെ രൂപത്തിൽ ഈ സമയം, ഈ കലിയുഗത്തിൻ്റെ ഈ സമയം വരെയും ബാബയ്ക്ക് പൂജ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശിവബാബയ്ക്ക് സമാനമായി മാറിയതുകൊണ്ട്. ജഹാ അപ്നാപ്പൻ ഹേ വഹാം ബാബ് ദാദാ സദാ സാത്ത് നഹി ഹേ. ആർക്ക് എവിടെ മമത്വം തോന്നുന്നുണ്ടോ, എന്തിനോട് മമത്വം തോന്നുന്നുണ്ടോ, അവിടെ ബാബയ്ക്ക് കൂട്ടുവരാൻ പറ്റില്ല. ബാബയ്ക്ക് സദാ കൂടെ ഇരിക്കാൻ കഴിയില്ല. പെർസെൻറ്റേജ് വാല, സ്നേഹത്തിൽ ലീക്കേജ് കാണിക്കുന്ന കുട്ടികൾ, സ്നേഹത്തിൽ ശതമാനം കാണിക്കുന്ന കുട്ടികൾ കബി ബി പെർഫെക്റ്റ് നഹി ബൻ സക്തി. ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല, ഒരിക്കലും സമ്പൂർണ്ണമാവില്ല. പക്ഷെ ലക്ഷ്യം എന്താണ്? സമാനമാകണം, സമ്പൂർണ്ണമാവണം. പക്ഷേ സ്നേഹം ലീക്കായി പോകാൻ പാടില്ല. परसेंटेज अर्थात डिफेक्ट वाला कभी परफेक्ट नहीं बन सकती. പെർസെൻറ്റേജ് അർത്ഥം ഡിഫക്റ്റ് ഉണ്ടെന്നാണ്, കുറവുകളുണ്ടെന്നാണ്. അവർക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. इसलिए इस वर्ष में परसेंटेज को मिटाकर परफेक्ट बनो. അതുകൊണ്ട് ഈ വർഷം ബാബ നമുക്ക് തരികയാണ്.
ഈ വർഷം നമുക്ക് തരികയാണ്. ബാക്കി എല്ലാ സ്കൂൾ കോളേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 1 മാസം സ്റ്റഡി ലീവ് കൊടുക്കുക, അല്ലെങ്കിൽ 2 മാസം സ്റ്റഡി ലീവ് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ 15 ദിവസം, 10 ദിവസം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ ആ സമയം മുതൽ ഈ സമയം വരെ ബാബ നമുക്ക് പഠിക്കാൻ നിറയെ സമയം തന്നു. കാരണം യാത്ര ചെയ്ത് നമുക്ക് സെൻറ്ററിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല, അല്ല, വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി വേഗം പുരുഷാർത്ഥം ചെയ്യാനും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാനും എല്ലാത്തിനും ഡ്രാമ അനുസരിച്ച് നമുക്ക് ഭാഗ്യമുണ്ടായി. ഡ്രാമയിലെ ലോട്ടറിയാണത് ശരിക്കും. അപ്പോൾ ബാബ പറയുക, അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ കുറവുകളെ മാറ്റാൻ പറ്റും, ഡിഫക്റ്റ് മാറ്റാൻ പറ്റും, പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും. പറയാം ബാബ 100% ആക്കാൻ പറ്റും. അപ്പോൾ പെർഫെക്റ്റായിട്ട് മാറാൻ സാധിക്കും. തബ് ഈ വർഷ് വിനാശ് കി വർഷ് ലായെങ്കി. ബാബ വേഗം വിനാശം വരണേ എന്നൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ മതിയായി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ബാബ പറഞ്ഞ് എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആയിക്കോളൂ. അപ്പോൾ ഈ വർഷം തന്നെ എന്ത് സംഭവിക്കും? തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഈ വർഷം വിനാശത്തിൻ്റെ വർഷമാക്കാം. एक वर्ष के समय दे रही है जो कि फिर उलह ना दे कि हमको क्या पता. ഒരു വർഷം സമയം തരികയാണ് ബാബ കുട്ടികൾക്ക്. പിന്നെ നിങ്ങൾ പരാതിപ്പെടരുത്, അയ്യോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് എന്തറിയാം. അങ്ങനെ പരാതി പറയാൻ പാടില്ല. एक वर्ष अनेक वर्षों की श्रेष्ठ प्रारब्ध बनाने के निमित्त है. അണ്ടർലൈൻ ചെയ്തോളൂ, ഈ ഒരു വർഷം അനേക വർഷത്തിൻ്റെ ശ്രേഷ്ഠ പ്രാപ്തി ഉണ്ടാക്കാനുള്ള വർഷമാണ്. ഈ വർഷം അതിന് നിമിത്തമാണെന്ന് പറയാം ബാബ. अपने आप ही चक्कर बन अपने आप को चेक करना है. നമ്മൾ സംഗംയുഗ എക്സ്പ്രസ്സിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് ചെക്കർ ആരെന്നെ ആവണം? അവനവനെ ചെക്ക് ചെയ്യേണ്ടത്. സത്യയുഗത്തിലേക്കുള്ള നമ്പർ 1 പദവിയിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടോ? അത് നമ്മളുടെ കയ്യിൽ ഏത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെയാണോ, സെക്കൻഡ് ക്ലാസ്സിൻ്റെയാണോ, തേർഡ് ക്ലാസ്സിൻ്റെയാണോ, ഏത് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കണം എന്നുള്ളത് അവരവനെ നോക്കണം. അവരവർ തന്നെ അവരവരെ TT ആവാൻ പറയണം പാപ്പ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചെക്കറായി മാറി ചെക്ക് ചെയ്യൂ, പരിശോധിക്കൂ. अगर मुख्य इस बात में अपने को परफेक्ट बनाया तो अनेक प्रकार के डिफेक्ट स्वतः ही समाप्त हो जाएगा. ബാബ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ലവ് ആൻഡ് ലവ്ലീൻ അവസ്ഥ, ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ പെർഫെക്റ്റാക്കി മാറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകളെ, എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, അത് മാറ്റണം, ഇത് മാറ്റണം, കുറവുകളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല പറയാം ബാബ. കുറവുകളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ 100% ബാബയിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റാണ്. പിന്നെ നിങ്ങൾ ഡിഫക്റ്റ് കാണില്ല പറയാം ബാബ. ഏതോ സഹജ് പുരുഷാർത്ഥ ഹേന, എളുപ്പമല്ലേ ഇത്? ഈ പുരുഷാർത്ഥം ഒരു ബാബയെ മാത്രം സ്നേഹിക്കുക, എത്ര എളുപ്പമായിട്ടുള്ള പുരുഷാർത്ഥം. ഒരാളെ ഓർമ്മിച്ചാൽ മതി, ഒരുപാട് പേരെ ഓർമ്മിക്കാനുള്ള കഷ്ടം പോലും ഇല്ല. പക്ഷെ നമുക്കെല്ലാവർക്കും ഏതാ ഈസി? എല്ലാവരെയും ഓർമ്മിക്കുന്നത്. അപ്പോൾ ബാബ പറയുക, നമുക്ക് ഈ പുരുഷാർത്ഥം സഹജമാണെന്ന് ബാബ ചോദിക്കുകയാണ്. അഗർ സ്വയം ബാപ് കെ സാത്ത് ലവ് മേ ലവ്ലീൻ रहेंगे तो औरों को भी सहज ही आप समान व बाप समान बना सकेंगी. അഥവാ സ്വയത്തിന് ബാബയോടൊപ്പം സ്നേഹം ഉണ്ടെങ്കിൽ, ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മറ്റുള്ളവരെയും തനിക്ക് സമാനം, അർത്ഥം ബാബ് സമാനാക്കി മാറ്റാൻ സാധിക്കും. तो ये वर्ष बाप समान बनने का लक्ष्य रखकर चलेंगे तो बाप दादा भी ऐसे बच्चों को तदत्व का वरदान देने के लिए ड्रामा अनुसार निमित्त बना हुआ है. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്കാണെങ്കിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. ഇന്നലെ സുഷ്മാ ദീദിയുടെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ദീദി പറയേണ്ടായിരുന്നു, അപ്പോൾ അമൃതവേളയ്ക്ക് തന്നെ നമ്മൾ എഴുന്നേക്കാൻ വൈകിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അമൃതവേള അന്ന് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, നമുക്കതിന് 100 എക്സ്ക്യൂസുകളുണ്ടാകും. അത് കാരണമാണ്, ഇത് കാരണം, അങ്ങനെയാണ്, ഇങ്ങനെയാണ്.
പക്ഷെ അമൃതവേള ചെയ്യാൻ നമുക്ക് കാരണങ്ങൾ, ദീദി മമ്മയും ബാബയെക്കുറിച്ചിട്ട് ഒരിക്കൽ മമ്മയെക്കുറിച്ച് പറയായിരുന്നു. മമ്മ ഇതുപോലെ ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോൾ 11 മണി മമ്മയെ കാണാൻ ഒരു പാർട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രമേശ് ഭായി പാർട്ടിയോട് പറഞ്ഞു, മമ്മ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്, അതുകൊണ്ട് മമ്മയെ നാളെ പോയിട്ട് കാണാം, ഇന്ന് മമ്മ റെസ്റ്റ് എടുത്തോട്ടെ. അപ്പോൾ മമ്മ ചോദിച്ചു, എന്തിനാ അങ്ങനെ പറയണത്? എന്നിട്ട് അവരെ കണ്ടതിന് ശേഷം രമേശ് ഭായിയോട് പറഞ്ഞു, എത്ര വൈകി ഉറങ്ങിയാലും അടുത്ത ദിവസം 3 മണിക്ക് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ സംസ്കാരമായിട്ട് മാറിയിരിക്കുകയാണ്. അതെൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ബാബയോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിന് ഞാൻ ഇന്നലെ വൈകി കിടന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്തിരി വൈകി എഴുന്നേൽക്കുള്ളൂ എന്ന് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയും, അല്ലേ? തലവേദനയായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങിയില്ല, അല്ലേ? വൈകി ഉറങ്ങിപ്പോയി, രാത്രി ഉറക്കാൻ ശരിയായില്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മളെ നിരത്തും. പക്ഷെ മമ്മയും ബാബയും അതിൽ നമ്പർ 1 ആയിരുന്നു. ഒരിക്കലും ബാബ പറയാൻ നോക്കൂ, എപ്പം നിങ്ങൾ ബാബ് സമാനായിട്ട് മാറാനുള്ള ലക്ഷ്യം വയ്ക്കുന്നോ എങ്കിൽ ബാബ പോലും കുട്ടികൾക്ക് തദത്വം എന്നുള്ള വരദാനം തരാൻ നിമിത്താക്കും. കാരണം ബ്രഹ്മബാബയ്ക്കും ആദ്യം കാണിച്ചു കൊടുത്തത് തന്നെയായിരുന്നു, ഭാവിയിൽ നീ തന്നെയാണ് നാരായണൻ, അല്ലേ? ജ്ഞാനം സ്പഷ്ടമായി, സെക്കൻഡിൽ ബാബയിൽ കുർബാനായി, സർവ്വതും ത്യജിച്ചു, സർവം ശക്തിയാക്കിയായി. അപ്പം അതേപോലെ ഈ വർഷത്തിൻ്റെ വിശേഷതയാണ് ബാബ് സമാനായി മാറി വിനാശത്തിൻ്റെ സമയത്തെ സമീപത്ത് കൊണ്ടുവരണം. തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയത്തെ സമീപത്ത് കൊണ്ടുവരണം. ലക്ഷ്യം നേടിയെടുക്കാനുള്ള സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരണം. ഈ സമയത്തിൻ്റെ വിശേഷത സ്വയത്തിൽ കൊണ്ടുവരണം ബാബ. സമയം എത്രയും വിലപ്പെട്ടതാണോ, ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാൻ പാടില്ല. ഇനി അധികം സമയമില്ല. ऐसे सदा लवलीन रहने वाले बाप समान निर्माण करने के कर्तव्य में सदा तत्पर रहने वाले, समय की विशेषता को स्वयं में लाने वाले, श्रेष्ठ समान में सदा स्थित रहने वाले, श्रेष्ठ और समान आत्माओं को बाप दादा का याद प्यार और नमस्ते. ഇപ്രകാരം സദാ ലൗലീനുമായിരിക്കുന്ന കുട്ടികൾ, ബാബയ്ക്ക് സമാനം വിനയമുള്ളവരും സത്യുഗി സ്ഥാപനയുടെ കാര്യത്തിൽ സദാ താല്പര്യം കാണിക്കുന്നവരും, സമയത്തിൻ്റെ വിശേഷതയെ സ്വയത്തിൽ കൊണ്ടുവരുന്നവർ, ശ്രേഷ്ഠ സമാനത്തിൽ സദാ സ്ഥിതി ചെയ്യുന്നവർ, ശ്രേഷ്ഠവും സമാനവുമായിട്ടുള്ള ആത്മാക്കൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരം. ബാബയ്ക്കും നമസ്കാരം. ബാബയ്ക്കും സ്നേഹസ്മരണയും നമസ്കാരം. ഇന്നത്തെ ബാബയുടെ മുരളിയുടെ മെയിൻ പോയിൻ്റ് ഇതിനെക്കുറിച്ചിട്ടായിരുന്നു ബാബ അന്ന് മെയിനായിട്ട് പറഞ്ഞത്. ഏത് 2 കാര്യങ്ങൾ? ലവ് ആൻഡ് ലവ്ലി, അല്ലേ? ഒന്ന് 100% ബാബയിൽ ലയിച്ചിരിക്കണം. 2 ബാബ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. यदि कोई भी वस्तु में और दपनी देह में अपनापन, ഏതെങ്കിലും വസ്തുവിനോടോ തൻ്റെ തന്നെ ദേഹത്തിനോടോ മമത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹത്തിൽ % കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മമത്വം ഇല്ലാതാക്കുക തന്നെ വേണം. സ്വയത്തിൽ ബാബയുടെ സമാനത കൊണ്ടുവരണം. ബാബ് സമാനാണ് എന്നത് കൊണ്ടുവരണം. 2 കാര്യത്തിൽ ബാബ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഒന്ന് സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ആരെത്രത്തോളം ലൗലിയാണോ അവർക്ക് ലൗലീനാവാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിൽ ദൃഢമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ 100% ഈ ഒരു സ്നേഹം എന്നുള്ള ഈ വിശേഷത മാത്രം നമ്മളിൽ കൊണ്ടുവന്നാൽ മതി.
വേറൊരു എഫേർട്ട് നമുക്ക് എടുക്കണ്ട എന്ന് ബാബ പറയാം. ബാക്കിയെല്ലാം നമ്മളുടെ കാൽക്കൈയിലായിരിക്കും. ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിസ്ക്കേ ഇല്ല. പിന്നെ സമയത്തിൻ്റെ പാട്ടിൽ നമ്മളുടെ അടുത്തേക്ക് വരും, നമ്മൾ റെഡിയാക്കും. അപ്പം എല്ലാവരും ബാബയുടെ ഈ വിശേഷ മഹാവാക്യം മനസ്സിൽ പതിപ്പിച്ച്, ബുദ്ധിയിൽ പതിപ്പിച്ച്, അല്ലേ, 100% ബാബയെ സ്നേഹിക്കുന്ന ചാർട്ട് നമ്മൾ തയ്യാറാക്കുക. ശതമാനം കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇപ്പം അഥവാ ശതമാനം കുറവാണെങ്കിൽ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന പുരുഷാർത്ഥത്തിലൂടെ അത് തീവ്രമാക്കി മാറ്റി നമ്പർ 1 ബ്രഹ്മബാബയ്ക്ക് സമാനം നമ്പർ 1 ആയിട്ട് മാറണം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ ഒന്ന് നിരീക്ഷിക്കാം. എനിക്ക് ബാബയോട് എത്ര സ്നേഹമുണ്ട്. എൻ്റെ സ്നേഹം എൻ്റെ കൂടെ ജീവിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വസ്തുക്കളോടോ വൈഭവങ്ങളോടോ തൻ്റെ തന്നെ ദേഹത്തിനോടോ ഒന്നുമില്ലല്ലോ. അതോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അതിനെ നമുക്ക് മായ്ച്ചു കളയണം. കാരണം അതിൽ ഭാഗ്യമില്ല എന്നല്ലേ ബാബ പറഞ്ഞത്. അതുകൊണ്ട് ഭാഗ്യശാലി ആത്മാ എന്നുള്ള ടൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിൽ നമ്മൾ പ്രാവർത്തികമാക്കുക തന്നെ വേണം. ഓം ശാന്തി.